നമസ്കാരം. നമ്മൾക്ക് വിഷ്വലൈസേഷൻ മെഡിറ്റേഷനിലൂടെ ദേഷ്യത്തെ എങ്ങനെ നിയന്ത്രിക്കാം എന്ന് നോക്കാം. എല്ലാവരും മെഡിറ്റേഷൻ ചെയ്യാൻ തയ്യാറാകാം, അല്ലെങ്കിൽ ശ്രദ്ധിച്ച് കേട്ടതിന് ശേഷം പിന്നീട് ചെയ്യാം. ആദ്യമായി നിവർന്ന് കണ്ണടച്ചിരിക്കുക. നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട, നിങ്ങളോടെല്ലാം തുറന്നു പറയുന്ന ഒരു സുഹൃത്തിനെ മനസ്സിൽ കാണുക. അടുത്തതായി ആ സുഹൃത്ത് വളരെ കടുത്ത ഒരു ദേഷ്യത്തിൽ അകപ്പെട്ടതായി സങ്കല്പിക്കുക. അപ്പോൾ അടുത്ത സുഹൃത്തായതുകൊണ്ട് ആ സുഹൃത്തിന് ദേഷ്യം വന്നാലുണ്ടാകുന്ന പ്രകടനങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിൽ കാണാൻ സാധിക്കും. അപ്പോൾ അതെല്ലാം മനസ്സിൽ കാണാം. ശരീരം വിറക്കുന്നു, പരമാവധി ഒച്ച ബഹളവും സാധനങ്ങൾ എറിഞ്ഞു പൊളിക്കൽ ഉൾപ്പെടെ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങളൊന്ന് മനസ്സിൽ ചിന്തിക്കുക. മാനസിക ശാരീരിക മാറ്റങ്ങൾ, അപ്പിയറൻസ് ഒക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അങ്ങനെ ശ്രദ്ധിച്ചു കഴിയുമ്പോൾ നിങ്ങൾ ഏറ്റവും സ്നേഹിക്കുകയും ഏറ്റവും സന്തോഷത്തോടെ ഇടപെട്ടിരുന്ന ആ സുഹൃത്തിനോട് നിങ്ങൾക്കിപ്പോൾ ഭയങ്കര വിരോധവും ദേഷ്യവും ഒക്കെ നിങ്ങൾക്ക് തോന്നുവാണ്. നിങ്ങൾ ഏറ്റവും വെറുക്കുവാണ്. ഇപ്പോൾ ആ സുഹൃത്തിനെ നിങ്ങൾ ഏറ്റവും വെറുക്കുവാണ്. ആ വെറുക്കുന്നതായി സങ്കല്പിക്കുക. ആ സുഹൃത്തിനെ തീരെ ഇഷ്ടമല്ല. ഇങ്ങനെ ഒരു സുഹൃത്താണോ എനിക്കുള്ളത്, എനിക്ക് സുഹൃത്തിനെ വേണ്ട എന്ന രീതിയിൽ ആലോചിക്കുക. കുറച്ചേരെ ചിന്തിച്ചുകൊണ്ടേയിരിക്കുക ആ സുഹൃത്തിനുണ്ടായ മാറ്റങ്ങളും അതോടൊപ്പം തന്നെ അത് നിങ്ങൾ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളും കുറേ നേരം മനസ്സിൽ ചിന്തിച്ചുകൊണ്ടേയിരിക്കുക. അതിനുശേഷം നിങ്ങൾക്ക് അതേപോലെ ദേഷ്യം വന്നതായി സങ്കല്പിക്കുക. നിങ്ങൾക്ക് അതേപോലെ ദേഷ്യം വന്നാൽ നിങ്ങൾക്കുണ്ടാവുന്ന എല്ലാ ശാരീരിക മാനസിക മാറ്റങ്ങളും ഒന്ന് സങ്കല്പിക്കും. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങളുടെ സുഹൃത്തുക്കളെല്ലാം, നിങ്ങൾ എങ്ങനെയാണോ നിങ്ങളുടെ സുഹൃത്തിനെ വെറുത്തത്, അതേപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളെല്ലാം നിങ്ങളെ വെറുക്കുന്ന കാര്യം ആലോചിക്കുക. കുറേ നേരം അതിനെക്കുറിച്ച് തന്നെ ആലോചിച്ചിരിക്കുക. അതിനുശേഷം ഒരു റിസൊല്യൂഷൻ, ഒരു തീരുമാനത്തിലെത്തുക. ഞാൻ ഒരു കാരണവശാലും ഇത്തരത്തിൽ ദേഷ്യം വരില്ല, ഇതുപോലെയുള്ള മാനസിക ശാരീരിക പ്രകടനങ്ങൾ ഒരിക്കലും എനിക്കുണ്ടാകില്ല എന്ന് മനസ്സിൽ തീരുമാനമെടുത്ത തീരുമാനം തന്നെ മനസ്സിൽ ആലോചിച്ചുകൊണ്ടേയിരിക്കുക. കുറേ നേരം, ഒരു 5 മിനിറ്റ് ഇതേപോലെ നിങ്ങൾക്ക് ദേഷ്യം വന്നാൽ സംഭവിക്കുന്ന ശരീരത്തിലുണ്ടാകുന്ന വിവിധ പ്രകടനങ്ങളും മാറ്റങ്ങളും, അത് മറ്റുള്ളവരെങ്ങനെയാണോ വെറുക്കപ്പെടുന്നത്, അല്ലെങ്കിൽ നിങ്ങളെങ്ങനെയാണോ മറ്റുള്ളവരാൽ വെറുക്കപ്പെടുന്നത്, അതിനെക്കുറിച്ച് തന്നെ ചിന്തിച്ചതിന് ശേഷം ഒരു തീരുമാനത്തിലെത്തുക. ഞാൻ ഒരു കാരണവശാലും ഇത്തരത്തിലുള്ള ദേഷ്യം എനിക്കൊരിക്കലും ഉണ്ടാകില്ല എന്ന തീരുമാനത്തിൽ എത്തുക. അത് തന്നെ നിലനിർത്തിക്കൊണ്ട് കുറേ നേരം, ഒരു 5 മിനിറ്റോ 10 മിനിറ്റോ ഇരിക്കാൻ പറ്റുമെങ്കിൽ ഇരിക്കുക. അതേപോലെ ഇത് എല്ലാ ദിവസവും ഒരു നിശ്ചിത സമയത്ത് ഒരു 10 മുതൽ 15 മിനിറ്റ് വരെ പ്രാക്ടീസ് ചെയ്താൽ തീർച്ചയായും നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ദേഷ്യം വരുന്നതിൽ നിന്ന് നമ്മൾക്ക് കിറ്റ് ചെയ്യാൻ പറ്റും, അത് നിയന്ത്രിക്കാൻ പറ്റും, ഒരു സംശയമില്ല. ഓക്കെ, താങ്ക് യു.